Hey all, welcome back to our YouTube channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9th പാർട്ട് 2 ടെസ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 5th ചാപ്റ്ററായ എക്സ്ക്രീഷൻ ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാറ്റിസിസ്. ഈ പാഠം ഞാൻ നിങ്ങൾക്ക് രണ്ട് പേജ് വെച്ചിട്ട് പഠിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്തതിന് ശേഷം അത് ഫുള്ള് പഠിക്കുക. നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈ വീഡിയോ എടുത്തേക്കുക, അത് പഠിക്കുക. എന്നതിന് ശേഷം മാത്രം അടുത്ത വീഡിയോ കാണാൻ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് രണ്ട് പേജ് വെച്ച് പോയി കഴിഞ്ഞാൽ വീഡിയോ കാണാനും അതേപോലെ പഠിക്കാനും സുഖമാണ്. അപ്പോൾ ഈസി ലേണിംഗ് ആണ് പിന്നെ നമുക്ക് നമ്മുടെ ഈ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. അത്രയും ഉറപ്പിച്ചിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. സോ ക്ലാസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ നേരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചാൽ തന്നെ നിങ്ങളുടെ തലയിൽ കയറും. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്, കുറേ ഒന്നും പഠിക്കാനില്ല. ജസ്റ്റ് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായത് എന്തോ അത് ഒന്ന് മനസ്സിൽ റിവൈൻഡ് ചെയ്യുക. പിന്നെ നമുക്ക് എക്സാമിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് നമുക്ക് നമ്മുടെ മൈൻഡിനെ സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ലേണിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ഈ ലേണിംഗ് ടൈമിൽ നമ്മൾ ജസ്റ്റ് എന്തൊക്കെയാണ് ഈ പാഠത്ത് പഠിക്കാനുള്ളത്, എന്തൊക്കെയാണ് മെയിൻ ടോപ്പിക്ക്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇത് പഠിക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതിയെടുക്കേണ്ടത്, മാർക്ക് ചെയ്യേണ്ടത്, അതൊക്കെ മാർക്ക് ചെയ്യുക. പിന്നെ അതെന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക, അത് ലേൺ ചെയ്യുക, അത്രയേ വേണ്ടുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് എക്സാമിൻ്റെ ടൈമിലേക്ക് വിടാം. അപ്പോൾ നമുക്ക് ലേൺ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാം ടൈമിൽ ഇത്ര ബുദ്ധിമുട്ട് വരില്ല. സോ ഞാനിങ്ങനെ അധികം പറഞ്ഞ് ഓരോന്നും ബുദ്ധിമുട്ടിക്കാതെ ഞാൻ എന്ത് ചെയ്യാം, പാടത്തേക്ക് കിടക്കാം. നമുക്ക് ഇന്ന് 2 പേജേ ഉള്ളൂ. ജസ്റ്റ് ഈ പേജും ഓക്കെ. ഇങ്ങനെ 2 പേജ് പഠിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇൻട്രൊഡക്ഷൻ അല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്തൊക്കെയാണ് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചു, അത് എക്സ്ക്രീറ്റ് ചെയ്ത് പോകണം. അല്ലാതെ നമ്മുടെ ദേഹത്ത് തന്നെ അത് കെട്ടി നിന്ന് കഴിഞ്ഞാൽ എന്ത് ഉപകാരമാണുള്ളത്? ഇപ്പോൾ വെള്ളം തന്നെ നമ്മൾ കുറേ കുടിക്കുന്നുണ്ട്. ഈ വെള്ളം നമ്മുടെ ദേഹത്ത് നിൽക്കുകയാണ്, എങ്ങോട്ടും പോകുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് ഒരുമാതിരി ഒരു ബുദ്ധിമുട്ടാവും. അപ്പം നമുക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ എക്സ്ക്രീഷനും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ ബോഡിയിലത്തെ വേസ്റ്റ് മെറ്റീരിയൽസ്, പിന്നെ നമ്മൾ കഴിച്ച ഫുഡിൻ്റെ വേസ്റ്റ്, അതൊക്കെ നമുക്ക് കളയണം. അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹോമിയോസ്റ്റാറ്റിസിസ്, ആ ഒരു ലൈഫ് പ്രോസസ്സ്, വീണ്ടും കഴിക്കുന്നു, കളയുന്നു, അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കില്ല. സോ നമുക്ക് നമ്മുടെ ഹോമിയോസ്റ്റാറ്റസിസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എക്സ്ക്രീഷൻ എന്ന പ്രോസസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്ക്രീഷൻ എന്ന പ്രോസസ്സ് ഇല്ലെങ്കിൽ ബോഡിയായി മാറില്ല. അപ്പോൾ ഒരു സൈക്ലിക് പ്രോസസ്സ് നടക്കണമെങ്കിൽ അത് അനിവാര്യമാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കിയില്ലേ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ നമ്മൾ ഭക്ഷണം കഴിച്ച അതിൻ്റെ ഓരോരോ വേസ്റ്റുകൾ, പിന്നെ എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങൾ, അതെല്ലാം നമ്മുടെ റോഡ് സൈഡിൽ ആൾക്കാർ നടന്നു പോകുന്ന ഭാഗത്ത് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അത് നമ്മൾ ശ്വസിക്കുമ്പോഴും അതിൻ്റെ മോശമായ ഇത് നമുക്ക് ഇൻഫെക്ഷനാണ്, ഓരോ ഇൻഫെക്ഷൻസ് വരുത്തുന്നു. അങ്ങനെ നമ്മളായിട്ട് നമ്മളെ തന്നെ കൊല്ലുകയാണ് അല്ലേ. നമ്മുടെ എങ്ങനെ ഉണ്ടായിരുന്ന എൻവിയോൺമെൻറ്റ് നമ്മൾ ഇങ്ങനെയാക്കി മാറ്റി അല്ലേ. നമുക്ക് തന്നെയാണത് ഭാവിയിൽ ദോഷം ചെയ്യണത്, പക്ഷെ അത് ആരും അറിയുന്നില്ല എന്ന് മാത്രം. ഓക്കെ, ഇത് നമ്മൾക്ക് ഇതിൽ ജസ്റ്റ് നമ്മുടെ ഒരു എക്സ്ക്രീഷൻ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ വരുന്നത് വേസ്റ്റ് പാർട്ടിക്കിൾസ് എന്നാണ്. അപ്പോൾ ഈ വേസ്റ്റ് പാർട്ടിക്കിൾസിന് ജസ്റ്റ് ഒരു ഇൻട്രൊഡ്യൂഷൻ മാത്രം ഉള്ളൂ. അല്ലാതെ ഈ ചിത്രം എന്നിട്ട് നമുക്ക് വലിയൊരു ഉപകാരമൊന്നുമില്ല. പിന്നെ നമ്മൾ എങ്ങനെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക, എന്താണത് റീസൈക്ലിംഗ് പ്രോസസ്സ്, വേസ്റ്റ് മെറ്റീരിയൽസ്, അതൊക്കെയാണ് ജസ്റ്റ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഇപ്പോൾ ജസ്റ്റ് വെറുതെ ടൈം കളയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കി എടുത്താൽ മതി. ഇതൊന്നും എഴുതി പഠിച്ച് വായിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേണ്ടത് നമ്മൾ നന്നായി പഠിക്കുക, മനസ്സിലാക്കുക, ജസ്റ്റ് നമുക്ക് വേണ്ടത് എടുക്കുക. അത് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ ഈ മഞ്ഞ ബോക്സിൽ കൊടുത്താൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ വായിച്ചു തരാം, ജസ്റ്റ് വായിക്കാം, എന്നിട്ട് ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. സെർവൽ ബൈ പ്രോഡക്ട്സ് ആർ ഫോംഡ് ഇൻ ദ സെൽസ് ആസ് എ റിസൾട്ട് ഓഫ് മെറ്റബോളിക് ആക്ടിവിറ്റീസ്. ഇഫ് ദ എമൗണ്ട് ഓഫ് ദിസ് പ്രോഡക്റ്റ് exceed a certain limit, it become harmful to our body. Nitrogenous components formed by the metabolism of amino acid and nucleic acid, carbon dioxide and water, which are the byproduct of the respiration, etc., are the main excretory product in human beings. Excretion is a process of the elimination of their waste from their body. This is one of the methods to maintain homeostasis.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വായിച്ചപ്പോൾ എന്താ മനസ്സിലായേ? സെവറൽ ബൈ പ്രോഡക്റ്റ് ആർ ഫോംഡ് ഇൻ ദ സെൽസ് ആസ് എ റിസൾട്ട് ഓഫ് മെറ്റാബോളിക് ആക്ടിവിറ്റീസ്. നമ്മുടെ ബോഡിയിൽ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് നടന്നത് എന്ന് വെച്ചാൽ ഒരു ഫുഡിനെ നമ്മൾ ഓരോ പ്രോസസ്സ് ആക്കില്ലേ, മിനറൽസ് മാറ്റി വയ്ക്കുക, അങ്ങനെ വാട്ടർ കണ്ടൻറ്റ് മാറ്റി, അങ്ങനെ കുറേ പ്രോസസ്സാണ്. അതാണ് മെറ്റാബോളിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ആ സെവറൽ ബൈ പ്രോഡക്ട്സ് ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് മെറ്റാബോളിക് എന്താ പറയുക ആക്ടിവിറ്റീസിൻ്റെ റിസൾട്ടായിട്ട് ബൈ പ്രോഡക്ട്സ് ഫോം ചെയ്യുന്നു. if the amount of the byproduct exceed a certain limit, ബൈ പ്രോഡക്ട്സ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്തോറും നമ്മുടെ ബൈ പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് നടന്നിട്ട് ബൈ പ്രോഡക്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബൈ പ്രോഡക്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതൊരു സർട്ടൻ ലിമിറ്റ് ഉണ്ട് അല്ലേ. ഇറ്റ് ബിക്കം ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ലിമിറ്റ് വരെ നമുക്കത് സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം ഹാംഫുൾ ഫോർ അവർ ബോഡി, നമ്മുടെ ബോഡിക്ക് തന്നെ അത് ഹാംഫുൾ ആയിട്ട് മാറുന്നു. നൈട്രോജനസ് കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ ദ മെറ്റാബോളിസം ഓഫ് അമിനോ ആസിഡ് ആൻഡ് ന്യൂക്ലിക് ആസിഡ്. ഒരു നൈട്രോജനസ് കോമ്പൗണ്ട്സ് അല്ലേ, മെറ്റാബോളിസം അമിനോ ആസിഡ്സിൻ്റെ ന്യൂക്ലിക് ആസിഡിൻ്റെ മെറ്റാബോളിസം നടന്നിട്ട് ഒരു നൈട്രോജനസ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുകയാണെങ്കിൽ ആൻഡ് വാട്ടർ വിച്ച് ആർ ദ ബൈ പ്രോഡക്റ്റ് ഓഫ് ദ റെസ്പിറേഷൻ, വാട്ടർ അങ്ങനെ കുറേ എന്താണെന്ന് വെച്ചാൽ എന്താ ബൈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിനോ ആസിഡ്സും ന്യൂക്ലിക് ആസിഡും വാട്ടറിൻ്റെ ഒക്കെ ഒരു ഫോമിൽ നൈട്രോജനസ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു. ആ നൈട്രോജനസ് കോമ്പൗണ്ട്സിനെയാണ് എക്സ്ക്രീറ്ററി കോമ്പൗണ്ട്സസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്ക്രീഷൻ്റെ കോമ്പൗണ്ട്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രോജനസ് കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ ഇതൊന്നും നമുക്കറിയാം എങ്ങനെയാണ് ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ടാവുന്നത്. മെറ്റാബോളിക് ആക്ടിവിറ്റീസ് നടന്നിട്ടാണ് ബൈ പ്രോഡക്റ്റ് ഉണ്ടാവുന്നത്. ബൈ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അമിനോ ആസിഡ്സിൻ്റെയും ന്യൂക്ലിക് ആസിഡിൻ്റെയും വാട്ടറിൻ്റെയും ഒക്കെ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് നടന്നിട്ട് അത് നൈട്രോജനസ് കോമ്പൗണ്ട്സ് ആയിട്ട് മാറുന്നു. അങ്ങനെയാണ് എക്സ്ക്രീറ്ററി കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്. പിന്നെ എന്താണ് എക്സ്ക്രീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സ്ക്രീഷൻ ഇസ് എ പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് ദ വേസ്റ്റ് ഫ്രം ദ ബോഡി. ബോഡിയിൽ നിന്ന് വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് പറയുന്നത് എക്സ്ക്രീഷൻ. ചിലപ്പോൾ നമുക്ക് 1 വേർഡോ 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് എക്സ്ക്രീഷൻ എന്താണ്. സോ ഇറ്റ് ഈസ് സിമ്പിൾ. എക്സ്ക്രീഷൻ ഈസ് ദ എലിമിനേഷൻ ഓഫ് ദ വേസ്റ്റ് ഫ്രം അവർ ബോഡി. One of the method to maintain homeostasis. Excretion is one of the important method to maintain homeostasis. Okay, set അല്ലേ? ഇനി ജസ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനൊന്നുമല്ല, നമുക്കൊരു ഫ്ലോ ചാർട്ട് വേണമല്ലേ. എക്സ്ക്രീറ്റ് ഒരു സിന്തസിസ്, ആ ഒരു പ്രോസസ്സ് എങ്ങനെ നടക്കണേ? നമ്മുടെ ഓരോരോ സെൽസിലാവില്ലേ ഇരിക്കണേ. അപ്പോൾ ആ പ്രോസസ്സ് എങ്ങനെ നടക്കണേ അത് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് സെൽസിൽ നിന്ന് ടിഷ്യൂ ഫ്ലൂയിഡിലെത്തി, ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്ന് ബ്ലഡ് വഴി എക്സ്ക്രീറ്ററി ഓർഗൻസിലെത്തുന്നു. അല്ലാതെ ഇത് എങ്ങനെ ഓരോരോ ഡിഫറെൻറ്റ് പാർട്ടിൽ നിന്ന് എക്സ്ക്രീറ്ററി ഓർഗൻസിലെത്തുന്നു, ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് എല്ലാ ഉത്തരത്തിനും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, എങ്ങനെയാണ് ഈ എക്സ്ക്രീറ്ററി ഓർഗൻസിൽ, ഇപ്പോൾ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരെ കിഡ്നി അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ സ്കിന്നൊരു വലിയ എക്സ്ക്രീറ്ററി ഓർഗനാണെന്ന് ആരും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ എത്തുന്നു എന്നൊരു ചോദ്യത്തിന് നമുക്ക് പറയാം, സെല്ലിൽ നിന്ന് ഡിഫറെൻറ്റ് സെൽസസ് ഉണ്ടല്ലോ നമ്മുടെ ബോഡിയിൽ ഡിഫറെൻറ്റ് സെൽസസ് ഉണ്ട്. ആ സെല്ലിൽ നിന്ന് ടിഷ്യൂ ഫ്ലൂയിഡ് വഴി ബ്ലഡിലെത്തുന്നു. ബ്ലഡ് പിന്നെ എല്ലാ ഭാഗത്തും എത്തുന്നുണ്ട് അല്ലേ. ലിവറിലെത്തും, കിഡ്നിയിലെത്തും, ബ്രെയിനിലെത്തും, എല്ലായിടത്തും ബ്ലഡ് എത്തും അല്ലേ. അപ്പോൾ ഈ ബ്ലഡ് എല്ലായിടത്തും എത്തണമുണ്ട്. നമ്മൾ ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്ന് നേരെ ബ്ലഡിലാക്കുക നല്ലത്. ഈ ബ്ലഡിൽ നിന്ന് ബ്ലഡ് ഓരോ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഇത് ക്യാരി ചെയ്ത് കൊണ്ടുവന്നു. അപ്പം എന്നിട്ട് ഇങ്ങനെയാണ് നമ്മുടെ എക്സ്ക്രീറ്ററി ഓർഗനിലേക്ക് സാധനം എത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ 2 മാർക്കിന് അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ വരികയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്ക്രീറ്ററി ഓർഗൻ ഉണ്ട് എന്ന് കുറേ വട്ടം പറഞ്ഞു അല്ലേ. അങ്ങനെ നമുക്കറിയാവുന്ന ഒരു 4 എക്സ്ക്രീറ്ററി ഓർഗൻസ് പഠിച്ചിരിക്കുന്നത് എന്തായാലും നല്ലതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സ്കിന്നാണല്ലേ ഫസ്റ്റ് എക്സ്ക്രീറ്ററി ഓർഗൻ. അത് നമുക്ക് ചിലപ്പോൾ 1 മാർക്കിനോ അല്ലെങ്കിൽ എക്സേൽ വാട്ടർ ആൻഡ് സാൾട്ട്, ഏത് എക്സ്ക്രീറ്ററി ഓർഗൻ വഴിയാണ് നമ്മുടെ വാട്ടറും സാൾട്ടും എക്സ്പെൽ ചെയ്ത് കളയുന്നത്? ഒരു സംശയമില്ല, സ്കിന്ന് വഴിയാണല്ലേ. ഇനി അടുത്തത് ബ്ലാങ്ക് ആണ്. ആ ഭാഗത്ത് നമുക്ക് കൊടുക്കാം ലങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലങ്സ് എന്ത് ചെയ്യുന്നു? എക്സ്പെൽസ് CO2. ലങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓക്സിജൻ, നമ്മൾ റെസ്പിറേറ്റ് ചെയ്യുന്ന ഓക്സിജൻ എന്താ വിടണേ? CO2 ആണ് വിടുന്നത്. ഓക്കെ, ലിവർ, ഈ ഓക്സിജൻ എപ്പോഴും ഉള്ളിൽ കയറിയിരുന്ന് അത് പുറത്തേക്ക് പോയില്ലെങ്കിൽ ആള് പോവില്ലേ, അതുപോലെ ഉള്ളിലേക്ക് പോകുന്ന പോലെ അത് പുറത്തേക്ക് പോകണം. അപ്പോൾ എക്സ്പെൽസ് CO2. ഇനി അടുത്തത് ബ്ലാങ്ക് ആണ്.
ലിവർ എന്ന് പറഞ്ഞാൽ ലിവർ എന്താ ചെയ്യണത്? സിന്തസിസ് ഓഫ് യൂറിയ സിന്തസിസ് ചെയ്യുന്നു. ദെൻ അടുത്തത് കിഡ്നി എന്ത് ചെയ്യുന്നു? കിഡ്നി മറ്റേ ലിവർ സിന്തസിസ് ഓഫ് ദ യൂറിയ ആണെങ്കിൽ കിഡ്നി എന്താണ്? എക്സ്പെൽസ് യൂറിയ ആൻഡ് വാട്ടർ, യൂറിയയും വാട്ടറും എക്സ്പെൽ ചെയ്യുന്നു. ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയി. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? എക്സ്ക്രീഷൻ്റെ മറ്റേ പ്രോസസ്സിൻ്റെ ഫ്ലോ ചാർട്ട്, പിന്നെ 4 ടൈപ്പ് ഓഫ് എക്സ്ക്രീറ്റീവ് ഓർഗൻസും അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷനും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഭാഗം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ 2 പേജ് നോക്കിയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത പേജിൽ അടുത്ത 2 പേജ് പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വ്യൂയിങ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.